ബഹുമാനപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളിങ്ങനെ മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അവർ ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ദൈവത്തിന് പരസ്യം ആവശ്യമുണ്ടോ എന്ന്. ഒരിക്കലുമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ഒരു ഐതിഹ്യമല്ല, ഒരു കെട്ടുകഥയല്ല, ഒരു സാങ്കല്പിക ദൈവമല്ല. യേശുക്രിസ്തു ഒരു യാഥാർത്ഥ്യമാണ്. ലോകത്തിന് വേണ്ടാത്തവരെ, അയോഗ്യരായവരെ യേശുക്രിസ്തു തിരഞ്ഞെടുത്ത് അവരിൽ വസിച്ചുകൊണ്ട് യേശുക്രിസ്തു ലോകത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് യേശുക്രിസ്തുവിനെ ഒരിടത്ത് കുടിയിരുത്തുവാൻ അസാധ്യമാണ്. പകരം യേശുക്രിസ്തു നമ്മളിൽ വസിച്ചുകൊണ്ട് മനുഷ്യനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ യേശുവാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളിൽ വസിച്ചുകൊണ്ട്. അക്ഷയനായ ദൈവത്തെ മനുഷ്യൻ ക്ഷയമുള്ള ഇഴജാതി, പക്ഷി, നാൽക്കാലി തുടങ്ങിയ ജീവികളുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. ആരെയാണ്? ആകാശവും ഭൂമിയും സമുദ്രവും അവയിലൊക്കെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തെ. ദൈവം മനുഷ്യനെ തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തിൽ നിന്നും അല്പം മാത്രം താഴ്ചയുള്ളവനായി ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ മനുഷ്യൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട്, ഇങ്ങനെ തെറ്റായ വിശ്വാസം മൂലം അനുദിനവും മനുഷ്യന്റെ പാപപ്രവൃത്തികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പാപപ്രവൃത്തിയിൽ നിന്ന് പിന്മാറുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളിലൂടെ ലോകത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തെറ്റായ വിശ്വാസം മൂലം ഉണ്ടാകുന്ന പാപപ്രവൃത്തികൾ എന്താണെന്ന് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ പ്രിയപ്പെട്ടവരെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ദയവായി ശ്രദ്ധിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 29 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങളാണ് വായിക്കുന്നത്. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദേശികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യും. ഇതാണ് തിരുവെഴുത്തുകളിൽ പാപപ്രവൃത്തികളുടെ ചെറിയൊരു പട്ടിക രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയ സ്നേഹിതരെ, ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും പാപപ്രവൃത്തികളിൽ നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറുവാൻ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് അറിയിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.